ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ദുബായിലുള്ള മിറാക്കിൾ ഗാർഡനിലേക്കാണ്. അലയിൽ നിന്ന് ഏകദേശം ഒരു 125-136 കിലോമീറ്ററോളം ദൂരമുണ്ട് മിറാക്കിൾ ഗാർഡനിലേക്ക്. ഏകദേശം ഒരു 14 വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും മിറാക്കിൾ ഗാർഡൻ സന്ദർശിക്കുന്നത്. 2013 വാലന്റൈൻസ് ഡേക്കാണ് മിറാക്കിൾ ഗാർഡൻ ദുബായിൽ സ്ഥാപിതമായത്. ഏകദേശം 7,80,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പൂക്കൾ കൊണ്ടുള്ള ഒരു അത്ഭുത ലോകം തന്നെയാണ് മിറാക്കിൾ ഗാർഡൻ. ടിക്കറ്റ് പഞ്ച് ചെയ്ത് മിറാക്കിൾ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇതാണ് മിറാക്കിൾ ഗാർഡനിലേക്കുള്ള എൻട്രൻസ്. ഇവിടേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 100 ദിർഹംസാണ്. ചില സമയങ്ങളിൽ നമുക്ക് ഓൺലൈനായി ഇതിലും കുറഞ്ഞ റേറ്റിൽ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. നമ്മൾ ഗേറ്റ് കിടന്നുള്ളിലേക്ക് വന്നാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ കാണാം. മിറാക്കിൾ ഗാർഡൻ്റെ പുതിയ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് പഴയ മിറാക്കിൾ ഗാർഡൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ജോർദാനിയൻ എൻ്റർപ്രണറും ബിസിനസ്മാനുമായ അബ്ദുൽ നാസർ റഹാനാണ് മിറാക്കിൾ ഗാർഡൻ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇവിടുത്തെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഒരു എയർബസ് 380യുടെ ഒരു പമ്പൻ സ്ട്രക്ചർ തന്നെയാണ്. ഏകദേശം ഒരു 5 ലക്ഷത്തോളം ഫ്ലവേഴ്സും അതുപോലെ തന്നെ പ്ലാന്റ്സും കൊണ്ട് നിർമ്മിച്ചൊരു പടുകൂറ്റൻ ഒരു ജയൻ്റ് മോഡലാണ് ഈ കാണുന്നത്. ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ് മിറാക്കിൾ ഗാർഡൻ്റെ മെയിൻ ഒരു ആകർഷണമെന്ന് പറയുന്നത്. ശരിക്കും വർഷങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ ഈ ഒരു വിസിറ്റിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു എയർബസ് 380യുടെ ജയൻ്റ് മോഡൽ കാണുക എന്നുള്ളതാണ്. ഇതെന്തായാലും കണ്ടുകൊണ്ട് നിൽക്കാൻ വളരെ രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇതൊരു പടുകൂറ്റൻ മോഡലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ഗാർഡനായ മിറാക്കിൾ ഗാർഡൻ ഏകദേശം 50 മില്യണോളം പൂക്കളും അതുപോലെ തന്നെ 250 മില്യൺ പ്ലാന്റ്സും ഒക്കെ കൂടിച്ചേർത്താണ് ഈ ഒരു ബൃഹത്തായ ഒരു അത്ഭുത ഗാർഡൻ ഇവയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മിറാക്കിൾ ഗാർഡൻ എന്ന് പറയുന്ന ഈ ഒരു അത്ഭുത പ്രതിഭാസം ഓപ്പൺ ആകുന്നത് ഓരോ വർഷത്തെയും വിൻ്റർ സീസണിലാണ്. അതുപോലെ തന്നെ സമ്മർ സീസണിൻ്റെ തുടക്കത്തിൽ ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഓരോ വർഷത്തെയും നവംബർ മാസത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ മെയ് മാസത്തിൽ ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ ജൂൺ വരെയൊക്കെ പോകാറുണ്ട്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഈ ഒരു മിറാക്കിൾ ഗാർഡൻ്റെ ടൈം ഡ്യൂറേഷൻ്റെ എക്സ്റ്റൻഷൻ. മിറാക്കിൾ ഗാർഡൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ 9 മണിക്കാണ്. അതുപോലെ തന്നെ 11 മണിയോടുകൂടി ക്ലോസ് ചെയ്യുകയും ചെയ്യും. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കാണേണ്ട ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എമിറേറ്റ്സിൻ്റെ എയർബസ് A380യുടെ ഈ ഒരു സ്ട്രക്ചറാണ്. ഏകദേശം ഒരു 3-4 മണിക്കൂർ കൊണ്ടൊക്കെ ഈ ഒരു ഫ്ലവർ ഗാർഡൻ പൂർണ്ണമായിട്ട് കണ്ട് ആസ്വദിച്ച് പുറത്തിറങ്ങാൻ പറ്റും. കൊടുക്കുന്ന കാശിന് നല്ലൊരു വെർത്ത് തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളും. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കണ്ട് ആസ്വദിച്ചൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു എയർബസ് 380യുടെ സ്ട്രക്ചർ തന്നെയാണ്. ഇതുപോലത്തെ ആയിരക്കണക്കിന് ഫ്ലവർ സ്ട്രക്ചറുകളും മറ്റ് കാഴ്ചകളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മിറാക്കിൾ ഗാർഡൻ എന്ന് പറയുന്ന പേരിനെ അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള പൂക്കൾ കൊണ്ടുള്ള ഒരു വിസ്മയ ലോകം തന്നെയാണ് ഇവിടെ. ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്ട്രക്ചറുകളും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് കൊണ്ടുള്ള മൃഗങ്ങളെയും അതുപോലെ തന്നെ പെൻഗിൻ, ടെഡി ബിയർ അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവേഴ്സും പ്ലാന്റ്സും കൊണ്ടുള്ള സ്ട്രക്ചറൊക്കെ നമുക്കിവിടെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഈ കാണുന്ന പെൻഗിനുകളുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പടുകൂറ്റം ടെഡി ബിയറിനെ നമുക്ക് കാണാം. ഇതും ഫുള്ളായിട്ട് ഫ്ലവേഴ്സും പ്ലാന്റ്സും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് കണ്ടാസ്വദിക്കാൻ എണ്ണമറ്റ രീതിയിലുള്ള പൂക്കൾ കൊണ്ടുള്ള ഒരുപാട് സ്ട്രക്ചറും മോഡൽസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും 10-13 വർഷം മുന്നേ ഞാൻ വിസിറ്റ് ചെയ്തപ്പോഴുള്ള മിറാക്കിൾ ഗാർഡൻ്റെ മുഖച്ഛായ മൊത്തത്തിൽ മാറ്റിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ മിറാക്കിൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. പൂക്കളും ചെടികളും കൊണ്ട് എന്തൊക്കെ കലാവിസ്മയങ്ങൾ തീർക്കാൻ പറ്റുമോ അതൊക്കെ തീർത്ത് വെച്ചിരിക്കുന്ന ഒരു അത്ഭുത ഗാർഡൻ തന്നെയാണ് മിറാക്കിൾ ഗാർഡൻ. ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് പകൽ സമയം തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ വിൻ്റർ സീസണിൽ. പൂക്കൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായിട്ടുള്ളൊരു ടീപ്പോട്ടും അതിൻ്റെ കുറച്ച് കപ്പുകളും ദാ ഇവിടെ കാണാം. നമ്മളിനി മിറാക്കിൾ ഗോൾഫ് ക്ലബിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഗോൾഫ് കളിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അതിനുവേണ്ടി ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിശ്ചിത തുക പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇവിടെ നിന്ന് ഗോൾഫ് കളിക്കാൻ പറ്റും.
നമ്മളങ്ങനെ നടന്ന് പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു കോട്ടയുടെ മുന്നിലെത്തി. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മയിലിൻ്റെയും അതുപോലെ തന്നെ ആനകളുടെയും ഒക്കെ മറ്റ് ഫ്ലവേഴ്സ് കൊണ്ടുണ്ടാക്കിയ സ്ട്രക്ചറുകളും കാണാം. ഇവിടുത്തെ ഓരോ സ്ട്രക്ചറുകളും അതുപോലെ തന്നെ കോട്ടകളും ഒക്കെ കാണുമ്പോൾ പണ്ടെപ്പോഴും നമ്മൾ വായിച്ചു മറന്ന ചില കഥകളുടെയൊക്കെ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇവിടെ കാണുന്ന കൊട്ടാരങ്ങൾക്കും കോട്ടകൾക്കും പുറമേ തന്നെ ഒരുപാട് കാർട്ടൂൺ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളുടെയൊക്കെ സ്ട്രക്ചറുകൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പൂക്കൾ കൊണ്ടും ഈ പ്ലാന്റ്സുകൾ കൊണ്ടൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഏതൊരു വസ്തുവും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ പൂക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ക്ലോക്ക് തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഞാൻ ഉയരമുള്ള ഒരു സ്ട്രക്ചറിന് മുകളിലെത്തിയപ്പോഴാണ് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ വലിപ്പം ശരിക്കും എനിക്ക് കാണാൻ പറ്റിയത്. ഇവിടെ മനോഹരമായിട്ട് പൂക്കളിൽ തീർത്തേക്കുന്ന കെട്ടിടങ്ങളും കൊട്ടാരങ്ങളുമൊക്കെ പണ്ട് നമ്മൾ അറബിക്കഥകളിലൊക്കെ കേട്ട മാതിരിയുള്ള നിർമ്മിതികളാണ്. ഈ കാണുന്ന കൂടാരങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് കുടകൾ ചേർത്ത് വെച്ചിട്ടാണ്. ഒരുപാട് വ്യത്യസ്ത കളറിലുള്ള കുടകൾ ചേർത്ത് വെച്ചാണ് ആ ഒരു കൂടാരം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ മുകളിൽ നിന്ന് കണ്ട കൂടാരത്തിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് കളറിലുള്ള കുടകളും അതുപോലെ തന്നെ ഫ്ലവേഴ്സും പ്ലാന്റ്സൊക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി. അങ്ങനെ നമ്മൾ നടന്ന് മിറാക്കിൾ ഗാർഡനകത്തെ തടാകത്തിനടുത്തെത്തി. ഇതിൻ്റെ ഓരത്തോട് തന്നെ ഒരു പത്തേമാരി കാണാം. ഈ തടാകത്തിൻ്റെ തൊട്ട് സെൻറ്ററിലായിട്ട് തന്നെ ഒരു വാട്ടർ വീലും കാണാം. അത് കണ്ടിന്യൂസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വാട്ടർ വീലിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു ബക്കറ്റിൽ വെള്ളം വീണുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി എന്ന് പറയുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് ഇവിടെ കാണുന്ന ഒരു മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ രണ്ട് കുതിരകളുടെ ഹെഡാണ്. ഇത് പൂർണ്ണമായിട്ടും പ്ലാന്റ്സിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഒരു കുതിര മൗനമായിട്ടിരിക്കുന്നതും മറ്റേ കുതിര ചിരിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു കൊട്ടാരത്തിൻ്റെ അടുത്തേക്കാണ്. നമ്മളങ്ങനെ ആ ഫ്ലവേഴ്സ് കൊണ്ടുള്ള കൊട്ടാരത്തിൻ്റെ എൻട്രൻസിലെത്തി. എൻട്രൻസിലായിട്ട് തന്നെ ഇതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാൻസിങ് ഗേളുകളുടെ ഒരു സ്കൾപ്ചർ നമുക്ക് കാണാം. ഈ കൊട്ടാരത്തിന് മുന്നിലായിട്ട് തന്നെ ഒരു തളികയിൽ നിന്ന് വന്ന ഭൂതത്തിൻ്റെ ഒരു പ്രതിമ നമുക്ക് കാണാം. മിറാക്കിൾ ഗാർഡനിൽ കാണുന്ന ഓരോരോ ഫ്ലവർ സ്ട്രക്ചറിനും ഓരോരോ സ്റ്റോറി പറയാനുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരോ സ്റ്റോറിക്കനുസൃതമായിട്ടാണ് ഇവിടുത്തെ ഓരോ ഫ്ലവർ സ്ട്രക്ചറും അതിമനോഹരമായിട്ട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. മിറാക്കിൾ ഗാർഡൻ നന്നായിട്ടൊന്ന് ആസ്വദിച്ച് കാണണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് വേണം. കാരണം അതിനും മാത്രമുള്ള ഒരു ബൃഹത്തായ ഏരിയയിലാണ് പൂക്കൾ കൊണ്ടുള്ള ഈ ഒരു വിസ്മയ ലോകം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് മിറാക്കിൾ ഗാർഡൻ്റെ മറ്റൊരു ലോകത്തെത്തി. ഇവിടെ കുറേയേറെ കാർട്ടൂൺ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ മഷ്റൂം ഷേപ്പിലുള്ള ഹട്ടുകളൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ നടന്ന് മിറാക്കിൾ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ കാഴ്ചകൾ കണ്ടു തുടങ്ങിയ അതേ സ്പോട്ടിൽ തന്നെയാണ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ എയർബസ് 380യുടെ ആ ഒരു ബിഗ് സ്ട്രക്ചറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് മിറാക്കിൾ ഗാർഡനകത്ത് രണ്ടുപേർ തമ്മിൽ ഒരു പൊരിഞ്ഞാടി നടക്കുന്നത് കണ്ടത്. പിന്നെ അതും കൂടി ഞാൻ ഷൂട്ട് ചെയ്തു. മിറാക്കിൾ ഗാർഡനിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് എത്ര ആവർത്തിച്ച് കണ്ടാലും മടുക്കാത്ത ഒരു കാഴ്ചയാണ്. ശരിക്കും പൂക്കൾ കൊണ്ടുള്ള കലാസൃഷ്ടികൾക്ക് ഇത്രയേറെ സാധ്യതയുണ്ടെന്ന് തെളിയിച്ച വേറൊരു ഗാർഡൻ ഈ ലോകത്ത് കാണത്തില്ല. UAE സന്ദർശിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് മിറാക്കിൾ ഗാർഡൻ. മിറാക്കിൾ ഗാർഡനിൽ നിന്നും കിട്ടുന്ന ഈ ഒരു കാഴ്ചകൾ നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു അനുഭവം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.